അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് നമുക്കിനി നോക്കണം. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ പഠിക്കാനുണ്ട്. 1 by 1 ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 13th ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ നമ്മൾ നോക്കുന്നത് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP1 ആണ്. അതിൽ ബോറോൺ ആണെങ്കിൽ 2s2 2p1. അപ്പോൾ 1s2 2s2 2p1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് കേട്ടോ. ബോറോണിൻ്റെ 1s2 2s2 2p1. അപ്പോൾ ആദ്യം ഒരു നോബിൾ ഗ്യാസ് കോർ, അത് ഹീലിയത്തിൻ്റെയാണ്. ഹീലിയം വരും. ഹീലിയം കഴിഞ്ഞാൽ പിന്നെ 2s2 2p1 ആണ് ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. നോബിൾ ഗ്യാസ് കോർ പ്ലസ് 2s2 2p1. അത് അലൂമിനിയം ആണെങ്കിലും അതുപോലെ തന്നെയാണ്. 1s2 2s2 2p6 3s2 3p1. 1s2 2s2 2p6 എന്ന് പറയുന്നത് നോബിൾ ഗ്യാസായ നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അപ്പോൾ നോബിൾ ഗ്യാസ് കോർ അതിൻ്റെ കൂടെ 3s2 3p1. ഓക്കെ, അപ്പോൾ ഇതിൽ ബോറോണും അലൂമിനിയവും നോബിൾ ഗ്യാസ് കോറും പിന്നെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തന്നെയാണുള്ളത്. അതിന് ബോറോൺ അലൂമിനിയം കഴിഞ്ഞു. ബോറോൺ 2nd പീരീഡിലാണ്, അലൂമിനിയം 3rd പീരീഡിലാണ്. അടുത്തത് 4th പീരീഡിൽ വരുന്ന ഗാലിയമാണ്. അപ്പോൾ ഗാലിയം 4th പീരീഡിലാണ്. 4th പീരീഡിൽ ആരുണ്ട്? ഡി ബ്ലോക്ക് എലമെൻറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഗാലിയം വരുന്നതിന് മുന്നേ ആര് ഫില്ല് ചെയ്തിട്ടുണ്ടാവും? ഡി ബ്ലോക്ക് എലമെൻറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഒരു 10 ഡി ഇലക്ട്രോൺസ് കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഗാലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുള്ളൂ. എന്ന് വെച്ചാൽ ഇങ്ങനെ വരിക 1s2 2s2 2p6 പിന്നെ 3s2 ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് 1s2 2s2 2p6 3s2 3p6 പിന്നെ 4s2 വരും. അത് കഴിഞ്ഞ് 3d10 വരും. എന്നിട്ടാണ് 4p1 വരുന്നത്. നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 4p1 അല്ലേ ഗാലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആര് ഫില്ല് ചെയ്യും? D10 കോൺഫിഗറേഷൻ ഫില്ല് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം. D10 ആദ്യം എഴുതാം. 3s2 3p6 3d10 then 4s2 4p1. അപ്പോൾ 4p1 അല്ലെ 4p ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ആരും കൂടി ഫില്ല് ചെയ്തിട്ടുണ്ട്? D10 കോൺഫിഗറേഷൻ കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരിക? ഹീലിയം, നിയോൺ, ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് 1s2 2s2 2p6 3s2 3p6 വരെ ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. 18 ഇലക്ട്രോൺ. ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് പുറമെ 3d10 കൂടി വരും. എന്നിട്ടാണ് 4s2 4p1 എന്ന് പറയുന്നത്. അതായത് നോബിൾ ഗ്യാസ് കോർ ഉണ്ടാവും അവിടെ. നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നുണ്ട് ആർഗണിൻ്റെ. പ്ലസ് ആരുണ്ട്? 10 ഡി ഇലക്ട്രോൺസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായ 4s2 4p1 വരുന്നത്. 4s2 4p1 വരുന്നത് 4th പീരീഡിൽ വരുന്ന ഗാലിയത്തിന്. 5th പീരീഡ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. 5th പീരീഡിൽ ഗാലിയം ഇൻഡിയം വരും. ഇൻഡിയ ആണെങ്കിൽ ഇതേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ് വരിക. അതിൽ ആർഗണിന് പകരം ആരുണ്ടാവും? ഹീലിയം, നിയോൺ, ആർഗൺ. ക്രിപ്റ്റോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോബിൾ ഗ്യാസ് കോർ വരും. പ്ലസ് 4d10 വരും അവിടെ. 4d10 10 ഡി ഇലക്ട്രോൺസ് ആൻഡ് 5s2 5p1 വരും. അവിടെയും നോബിൾ ഗ്യാസ് കോർ പ്ലസ് 10 ഡി ഇലക്ട്രോൺ 5s2 5p1. ഇനി 6th പീരീഡിൽ വരുന്ന ആളാണ് താലിയം. താലിയം 6th പീരീഡിൽ എഫ് ബ്ലോക്ക് എലമെൻറ്റ് കൂടിയുണ്ട്. അപ്പോൾ എഫ് ബ്ലോക്ക് വരുമ്പോൾ ക്രിപ്റ്റോൺ കഴിഞ്ഞ് സിനോൺ ഉണ്ടാവും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നോബിൾ ഗ്യാസ് കോർ പ്ലസ് 10 ഡി ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാവും. നോബിൾ ഗ്യാസ് കോർ ഉണ്ടാവും. നോബിൾ ഗ്യാസ് കോർ ഡി ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ അവിടെ എഫ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. 14 എഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. 14 എഫ് ഇലക്ട്രോൺസ് പ്ലസ് 10 ഡി ഇലക്ട്രോൺസ് ഉണ്ടാവും. അതും കഴിഞ്ഞിട്ടാണ് എത്ര വരിക? 6s2 6p1 വരിക. അത് എക്സിനോൺ വരും. 4f14 വരും. എന്നിട്ട് 5d10 ഉണ്ടാവും. അതിൻ്റെ പുറമെയാണ് 6s2 6p1 ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നോബിൾ ഗ്യാസ് കോർ പ്ലസ് F14 ഇലക്ട്രോൺ പ്ലസ് 10 ഡി ഇലക്ട്രോൺ ആൻഡ് 6s2 6p1. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതിയാൽ മതി. എന്താ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് NS2 NP1 അത് ചേർത്ത് കൊടുത്താൽ മതി. 2 ആണെങ്കിൽ 2s2 2p, 3 ആണെങ്കിൽ 3s2 3p1, 4 ആണെങ്കിൽ 4s2 4p1, 5ന് 5s2 5p1, 6ന് 6s2 6p1. പക്ഷെ നമുക്കിത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൽ നോബിൾ ഗ്യാസ് കോറാണ്. അതായത് 3 ഇലക്ട്രോൺ വിട്ടാൽ നോബിൾ ഗ്യാസ് സ്റ്റെബിലിറ്റി കിട്ടി. ആർഗൺ ഡിയും കൂടി വരുന്നുണ്ട്. ഡിയിൽ ഇലക്ട്രോൺസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ
സ്ക്രീനിങ് എഫക്റ്റിലൊക്കെ വ്യത്യാസം വരും. ഡി ഇലക്ട്രോൺസിന് കാര്യമായ ഷീൽഡിങ് എഫക്റ്റ് ഇല്ല, അല്ലെ സ്ക്രീനിങ് എഫക്റ്റ് ഇല്ല. എഫും കൂടി വരുമ്പോൾ സ്ക്രീനിങ് എഫക്റ്റ് പിന്നെയും കുറയും. അപ്പോൾ അതിനനുസരിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റിലും അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടിയിലൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് താഴേക്ക് വരുന്നതിനനുസരിച്ച് ഡി ഇലക്ട്രോൺസ് വരുന്നത് ഗാലിയം മുതലാണ്. അതുപോലെ ഇൻഡിയം, താലിയത്തിലാണ് എഫ് വരുന്നത്. ഇവ കാര്യങ്ങളൊക്കെ ഒന്ന് ജനറലായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് അറ്റോമിക് സൈസ് ഓർ അറ്റോമിക് റേഡിയൈ. അറ്റോമിക് റേഡിയൈ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് ഓരോ ഷെല്ല് കൂടുന്നുണ്ട്. ഈച്ച് ന്യൂ ഇലക്ട്രോൺ ഈസ് എൻ്റർ ഇൻ ടു ന്യൂ ഷെൽ. അപ്പം നമ്പർ ഓഫ് ഷെല്ല് കൂടുമ്പോൾ സൈസ് കൂടണം. ദർ ഇസ് എ റെഗുലർ ഇൻക്രീസ് ഇൻ സൈസ്. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ ഒരു റെഗുലർ ട്രെൻഡ് എല്ലാവർക്കും കാണിക്കുന്നില്ല. ബോറോൺ ടു അലൂമിനിയം സൈസ് കൂടുന്നുണ്ട്. കാരണം ഒരു ഷെല്ല് കൂടുന്നു, സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. കാരണം ഇവിടെ 2 ഷെൽ, സെക്കൻഡ് ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ, ഇത് തേർഡ് ഷെല്ലായി, സൈസ് കൂടും. അടുത്ത അലൂമിനിയം ടു ഗാലിയം സൈസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓൺ മൂവിങ് ഫ്രം ബോറോൺ ടു അലൂമിനിയം സൈസ് ഇൻക്രീസസ്. സൈസ് ഇൻക്രീസ് ചെയ്യാനാണോട് ബിക്കോസ് നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ്. ബട്ട് അലൂമിനിയം ടു ഗാലിയം അറ്റോമിക് സൈസ് ഡിക്രീസസ്. അലൂമിനിയത്തിൻ്റെ അറ്റോമിക് സൈസ് വരുന്നത് 143 പൈക്കോമീറ്റർ ആണ്. ഗാലിയം ശരിക്കും അതിനേക്കാൾ കൂടുതൽ വരേണ്ടതാണ്, ഒരു ഷെല്ല് കൂടുന്നതാണ്. ഒരു ഷെല്ല് കൂടുമ്പോൾ ഗാലിയത്തിൻ്റെ സൈസ് അലൂമിനിയത്തിനേക്കാൾ കൂടണം. പക്ഷേ ഗാലിയത്തിൻ്റെ സൈസ് വരുന്നത് 135 പൈക്കോമീറ്റർ മാത്രമാണ്. ഗാലിയത്തിൻ്റെ അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയൈ ആണിത്. അറ്റോമിക് റേഡിയൈ വരുന്നത്, അറ്റോമിക് റേഡിയസ് വരുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗാലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഗാലിയത്തിൽ ഡി ഓർബിറ്റൽ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. 10 ഡി ഇലക്ട്രോൺസ് അധികം വരുന്നുണ്ട്. പിന്നെ 4s2 ഇതിൽ ഡി ഇലക്ട്രോൺസ് ഇല്ല. ഈ ഡി ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടി. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ശരിക്കും എത്രയാണ് വരിക? ആർഗണിൽ, ഗാലിയത്തിലാണെങ്കിൽ ആർഗണിൽ 18 ഇലക്ട്രോൺസ് ഇവിടെയുണ്ട്. 18 + 10 + 3, 18 10 28 3 31 ഇലക്ട്രോൺസ് ഗാലിയത്തിൽ ഉണ്ടാകും. 31 ഇലക്ട്രോൺസ് ഉണ്ടാവും. 31 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 31 പ്രോട്ടോണും ഉണ്ടാവും. 31 പ്രോട്ടോണും ഉണ്ടാവും. അലൂമിനിയത്തിലാണെങ്കിലോ, അലൂമിനിയത്തിൽ എത്രയേ വരുന്നുള്ളൂ? 13 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ 13 പ്രോട്ടോണേ ഉള്ളൂ. ഈ 13 പ്രോട്ടോണാണ് അതിൻ്റെ വാലൻസ് ഇലക്ട്രോണിനെ ഉള്ളിലേക്ക് പിടിച്ചു വലിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ അലൂമിനിയത്തിൻ്റെ കേസിൽ അതിനെ ഷീൽഡ് ചെയ്യാൻ കാര്യമായിട്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വാലൻസ് ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കും. ഇനി ഗാലിയം വന്നാൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഗാലിയത്തിൽ 31 ഇലക്ട്രോൺസ് ആണുള്ളത്. ഈ 31 ഇലക്ട്രോൺസ് വരുമ്പോൾ ന്യൂക്ലിയസിനകത്ത് 31 പോസിറ്റീവ് ചാർജായി. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജ് കൂടി. പോസിറ്റീവ് ചാർജ് കൂടിക്കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോണിനെ നന്നായിട്ട് പിടിച്ച് വലിക്കാൻ തുടങ്ങി. പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ വാലൻസ് ഇലക്ട്രോൺ നന്നായിട്ട് പിടിക്കും. അപ്പോൾ സൈസ് കൺട്രാക്റ്റ് ചെയ്യും. ഈ കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ തടഞ്ഞു നിർത്താൻ ഇന്നർ ഇലക്ട്രോൺസ് സാധാരണ സഹായിക്കും. പക്ഷേ ഇവിടെ ഇന്നർ ഇലക്ട്രോൺസ് ഏത് ഓർബിറ്റലിലാണ് ഉള്ളത്? ഡി ഓർബിറ്റലിലാണ് 10 ഡി ഇലക്ട്രോൺസ് ഉള്ളത്. ഡി ഓർബിറ്റലിന് കാര്യമായ ഷീൽഡിങ് എഫക്റ്റ് ഇല്ല, സ്ക്രീനിങ് എഫക്റ്റ് ഇല്ല. അപ്പോൾ ഈ 31 പോസിറ്റീവ് ചാർജ് വാലൻസ് ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ഡി ഓർബിറ്റലിന് പറ്റുന്നില്ല. ദാറ്റ് ഈസ് ഇനബിലിറ്റി ഓർ ഇൻഎഫക്റ്റീവ് ഷീൽഡിങ് എഫക്റ്റ് ഓഫ് ഡി ഓർബിറ്റൽ. അപ്പോൾ സൈസ് നന്നായിട്ട് കുറയും, നന്നായിട്ട് കൺട്രാക്റ്റ് ചെയ്യും. തടഞ്ഞു നിർത്തിയാലേ അത് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്ത് ചെയ്യുന്നു? പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ കൂടെ സൈസ് കുറഞ്ഞു വരികയാണ്. ആ കുറഞ്ഞു വരുന്നതിനെ ഷീൽഡ് ചെയ്യാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഡി ഓർബിറ്റലിന് പറ്റുന്നില്ല. കാരണം ഇലക്ട്രോൺസ് ഇന്നർ ഇലക്ട്രോൺ ഡിയിലായതുകൊണ്ടാണ്. അപ്പോൾ സൈസ് കുറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഡി ഓർബിറ്റലിൽ ഗാലിയത്തിൻ്റെ സൈസ് അലൂമിനിയത്തിനേക്കാൾ കുറഞ്ഞത്? ദാറ്റ് ഈസ് ഡ്യൂ ടു ഇൻ ഗാലിയം ഇറ്റ് ഹാസ് inner electrons in d orbital, 3d orbital. That is therefore d orbitals have less shielding effect and size contracted. അപ്പോൾ ദാറ്റ് ഇൻഎഫക്റ്റീവ് ഷീൽഡിങ് ഓഫ് ഡി ഓർബിറ്റൽ, അതാണ് ഗാലിയത്തിൻ്റെ സൈസ് കുറയാൻ കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോറോൺ ടു അലൂമിനിയം സൈസ് കൂടുന്നുണ്ടെങ്കിലും അലൂമിനിയം ടു ഗാലിയം സൈസ് കുറയുന്നു. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻഎഫക്റ്റീവ് ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് ഇൻ ഗാലിയം. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് മൂന്നാമത്തത്, അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിലീസ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗാഷിയസ് ആറ്റം. ഒരു ഐസൊലേറ്റഡ് ഗാഷിയസ് ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടുന്ന എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിലീസ്
ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ അയനൈസേഷൻ എൻതാൽപ്പി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അയനൈസേഷൻ എൻതാൽപ്പി പ്രധാനമായിട്ടും അതിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അയനൈസേഷൻ എൻതാൽപ്പി ഒന്ന് അറ്റോമിക് സൈസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, മറ്റൊന്ന് ഡിപ്പെൻഡ് ചെയ്യുക സ്ക്രീനിങ് എഫക്റ്റിനെയാണ്. സ്ക്രീനിങ് എഫക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. സൈസിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടോപ്പ് ടു ബോട്ടം അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് സൈസ് കൂടും, കാരണം ഓരോ ഷെല്ല് കൂടുന്നതിനനുസരിച്ച് സൈസ് കൂടും. സൈസ് കൂടുകയാണെങ്കിൽ അയനൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. പിന്നെ ഒരു ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ക്രീനിങ് എഫക്റ്റ് ഓർ ഷീൽഡിംഗ് എഫക്റ്റ്. അപ്പോൾ സ്ക്രീനിങ് എഫക്റ്റ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സ്ക്രീനിങ് എഫക്റ്റ് ഇൻക്രീസ് ചെയ്താൽ, സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇന്നർ ഇലക്ട്രോൺസ് ന്യൂക്ലിയർ ചാർജിനെ സ്ക്രീൻ ചെയ്യുക, ഷീൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് സ്ക്രീനിങ് എഫക്റ്റ്. അല്ലെ, ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ ബാലൻസ് ഇങ്ങനെ കുറേ ഇലക്ട്രോൺസ് ഉണ്ടാവും, കുറേ ഷെല്ലിനകത്ത് അല്ലെങ്കിൽ ഓർബിറ്റലിനകത്ത് ഇലക്ട്രോൺസ് എവിടെയൊക്കെ ഇലക്ട്രോൺസ് ഉണ്ടാവും, ബാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ടെന്ന് കരുതുക. ഈ പോസിറ്റീവ് ചാർജും ബാലൻസ് ഇലക്ട്രോൺ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യും? ഇവർ തടഞ്ഞു നിർത്തും. ഇന്നർ ഇലക്ട്രോൺസ് ആക്ട് ആസ് എ സ്ക്രീൻ ഓർ ഷീൽഡ് അഗെയിൻസ്റ്റ് ദിസ് പോസിറ്റീവ് ചാർജ്. ഇവർ നന്നായിട്ട് തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജിന് ബാലൻസ് ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഷീൽഡിംഗ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജിന് ബാലൻസ് ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഷീൽഡിംഗ് എഫക്റ്റ് കൂടിയാൽ സൈസ് കൂടും. എന്നാൽ ടി ഓർബിറ്റൽ ഇലക്ട്രോൺസ് വരുമ്പോൾ അല്ലെങ്കിൽ എഫ് ഇലക്ട്രോൺസ് വരുമ്പോൾ ഒന്നും കാര്യമായി ഷീൽഡിംഗ് എഫക്റ്റ് ഇല്ല. ഷീൽഡിംഗ് എഫക്റ്റ് ഇല്ല എങ്കിൽ പോസിറ്റീവ് ചാർജ് ബാലൻസ് ഇലക്ട്രോണിനെ നന്നായിട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആർക്കൊക്കെയാണ് മാക്സിമം സ്ക്രീനിംഗ് എഫക്റ്റ്? ഇലക്ട്രോൺസ് എസിൽ വരുമ്പോഴാണ്, പിന്നെ ഇലക്ട്രോൺ പിയിൽ വരുമ്പോഴാണ്, കുറവ് ഡിയിൽ വരുമ്പോഴാണ്, ഏറ്റവും കുറവ് എഫ് ഇലക്ട്രോൺസ് വരുമ്പോഴാണ്. എഫ് ഇലക്ട്രോൺസ് വരുമ്പോൾ ലീസ്റ്റ് ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. ഷീൽഡിംഗ് എഫക്റ്റ് ഏറ്റവും കുറവാണെങ്കിൽ സൈസ് കുറയുകയാണ്, കൺട്രാക്ട് ചെയ്യാൻ പറ്റും. കാരണം ബാലൻസ് ഇലക്ട്രോൺ നന്നായിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും, കൺട്രാക്ട് ചെയ്യും. ഷീൽഡിംഗ് എഫക്റ്റ് ഡിക്രീസസ്, സൈസ് ഡിക്രീസസ്. ഇത് രണ്ടുമാണ് അയനൈസേഷൻ എൻതാൽപ്പി ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ടാലിയം വരുന്ന സമയത്ത് ബോറോൺ ടു അലൂമിനിയം നമ്മൾ കണ്ടതാണ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സൈസ് ഇൻക്രീസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അയനൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ബോറോൺ ടു അലൂമിനിയം അയനൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ്. എന്നാൽ ഇതിന് ശേഷം ഒരു റെഗുലർ ട്രെൻഡ് കാണിക്കുന്നില്ല. ഇവിടെ നോക്കിയാൽ അലൂമിനിയം ടു ഗാലിയം സൈസ് ഡിക്രീസ് ചെയ്യുകയാണ്. സൈസ് ഡിക്രീസ് ചെയ്താൽ അയനൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ട് അയനൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്തത്? നേരത്തെ അതേ റീസൺ തന്നെയാണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇന്നർ ഇലക്ട്രോൺസ് ഇൻ ഡി ഓർബിറ്റൽ. ഇന്നർ ഇലക്ട്രോൺസ് എവിടെയുള്ളത്? ഡി ഓർബിറ്റലിലാണുള്ളത്. ഇന്നർ ഇലക്ട്രോൺസ് ഡി ഓർബിറ്റലിൽ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് എഫക്റ്റീവ് ഷീൽഡിംഗ് ഇല്ല. നോ എഫക്റ്റീവ് ഷീൽഡിംഗ് എഫക്റ്റ് കാര്യമായിട്ടില്ല. ഷീൽഡിംഗ് എഫക്റ്റ് ഇല്ല എങ്കിൽ ന്യൂക്ലിയസ് ബാലൻസ് ഇലക്ട്രോണിനെ നന്നായിട്ട് പിടിച്ച് വലിക്കും, നന്നായിട്ട് ഹോൾഡ് ചെയ്യും. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടുന്ന ബാലൻസ് ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടുന്ന എനർജി കൂടുതലായിരിക്കും, അയനൈസേഷൻ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ അലൂമിനിയം ടു ഗാലിയം അയനൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദാറ്റ് ഡി ഓർബിറ്റൽ. ഡി ഓർബിറ്റൽസ് ഹാവ് ഇൻഎഫക്റ്റീവ് ഷീൽഡിംഗ്. പിന്നെ ഒരു വ്യത്യാസം കാണിക്കുന്നത് ഇന്ത്യം ടു ടാലിയമാണ്. ഇന്ത്യം ടു ടാലിയം വരുമ്പോൾ ഇതേപോലെ അയനൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്താ കാര്യം? ഇത് തന്നെയാണ്. എഫിലും അവിടെ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ടാലിയത്തിൽ എഫ് ഇലക്ട്രോൺസ് വരുമ്പോൾ എഫ് ഇലക്ട്രോൺസിന് 4f ഇലക്ട്രോൺസും അവിടെയുണ്ട്, അതുപോലെ തന്നെ 5d ഇലക്ട്രോൺസും ഉണ്ട്. എഫിലും സ്ക്രീനിംഗ് എഫക്റ്റ് ലീസ്റ്റ് ആണ്, ഡിക്കും കുറവ് തന്നെ. അപ്പോൾ സ്ക്രീനിംഗ് എഫക്റ്റ് ഏറ്റവും കുറവായതുകൊണ്ട് തന്നെ ബാലൻസ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസുമായിട്ട് നന്നായിട്ട് അട്രാക്ട് ചെയ്യും. അയനൈസേഷൻ എൻതാൽപ്പി മറ്റേ എലമെന്റ്സിനെ, മുകളിലത്തെ എലമെന്റ്സിനെ അപേക്ഷിച്ച് കൂടും. ഓക്കെ, അപ്പോൾ സ്ക്രീനിംഗ് എഫക്റ്റ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. അതിന്റെ കാരണം ഡിയിലും എഫിലും ഇലക്ട്രോൺസ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ടാണ്. ഇറ്റ് ഡസ് നോട്ട് ഷോസ് എ റെഗുലർ ട്രെൻഡ് ഇൻ അയനൈസേഷൻ എൻതാൽപ്പി. നമ്മൾ സാധാരണ പറയുന്ന ടോപ്പ് ടു ബോട്ടം അയനൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് എന്ന് ഇവിടെ പറയാൻ പറ്റില്ല. റെഗുലർ ട്രെൻഡ് കാണിക്കുന്നില്ല. ചിലതിന് കൂടുന്നുണ്ട്, ചിലതിന് കുറയുന്നുണ്ട്. ഇതാണ് അയനൈസേഷൻ എൻതാൽപ്പിയിലുള്ള പ്രോപ്പർട്ടി. നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എൻ എലമെൻറ്റ് ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്സ് ഓൺ സൈഡ്. ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ അതിൻ്റെ ഭാഗത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ടെൻഡൻസിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് ആൻഡ് ടോപ്പ് ടു ബോട്ടം ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്. അതാണ് ജനറൽ ട്രെൻഡ്. അത് പക്ഷേ ഇവിടെ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. ടോപ്പ് ടു ബോട്ടം ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസും ബോറോൺ ടു അലൂമിനിയം ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാർജിനലി ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റെഗുലർ ട്രെൻഡ് ഇവിടെയും കാണിക്കുന്നില്ല, ഇലക്ട്രോനെഗറ്റിവിറ്റിക്കും കാണിക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയാം. അതിൻ്റെ കാര്യം അറ്റോമിക് സൈസിലൊക്കെയുള്ള വ്യത്യാസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷീൽഡിംഗ് എഫക്റ്റ് കാരണം ഡി ഓർബിറ്റലും എഫ് ഓർബിറ്റലൊക്കെ വരുന്നതുകൊണ്ട് അറ്റോമിക് സൈസിൻ്റെ വ്യത്യാസം ഇലക്ട്രോനെഗറ്റിവിറ്റി എഫക്റ്റ് ചെയ്യും. നമ്മൾ ആ ടെൻഡൻസിയൊക്കെ പറയുന്നത് റെഗുലർ ഇൻക്രീസ് ഇൻ സൈസ് ഉണ്ടെങ്കിൽ, ടോപ്പ് ടു ബോട്ടം റെഗുലർ ഇൻക്രീസ് ഇൻ സൈസ് ആണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ടോപ്പ് ടു ബോട്ടം എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു റെഗുലർ ഇൻക്രീസ് ഇൻ സൈസ് അല്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റിക്കും ഒരു റെഗുലർ ട്രെൻഡ് കാണിക്കുന്നില്ല. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ എലമെൻറ്റ് ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്സ് ഓൺ സൈഡ്. അതിൻ്റെ സൈഡിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, അതായിരുന്നു നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ജനറൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. പിന്നെ നമ്മൾ ചിലതൊക്കെ നമ്മളിപ്പം പറഞ്ഞ പ്രോപ്പർട്ടീസൊക്കെ തന്നെയാണ്. അതിൽ ബോറോൺ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്. ബോറോൺ നോൺ മെറ്റലാണ്, ബാക്കിയുള്ളതൊക്കെ മെറ്റലാണ്. അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഒക്കെ സാധാരണ മെറ്റൽസ് തന്നെയാണ്, മെറ്റലാണ്. അവർ സോഫ്റ്റ് മെറ്റലായിട്ടാണ് അറിയപ്പെടുന്നത്, സോഫ്റ്റ് മെറ്റൽസാണ്. അതിലും അലൂമിനിയം എക്സെപ്ഷനാണ്, ബാക്കിയുള്ളതൊക്കെ സോഫ്റ്റ് മെറ്റലാണ്. ഇതിൽ ബോറോൺ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് കാണിക്കുന്ന ഒരു മെറ്റീരിയലാണ്. 2453 കെൽവിനാണ് ബോറോണിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്. ചില ബോറൈഡ്സിൻ്റെയൊക്കെ, ബോറോൺ അടങ്ങിയ കോമ്പൗണ്ട്സ്, അതാണ് ബോറൈഡ്സ്. ബോറൈഡ്സിൻ്റെയൊക്കെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡയമണ്ടിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ അതേ റേഞ്ചിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബോറോൺ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് കാണിക്കുന്ന ഒരു എലമെൻ്റാണ് ബോറോൺ.
അറ്റോമിക് നമ്പർ 5 ആണ് ബോറോണിൻ്റെ. അലൂമിനിയം അറ്റോമിക് നമ്പർ 13, ഗാലിയം 31, ഇൻഡിയം 49 ആൻഡ് താലിയം 81 ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കിയേ. ആദ്യം ബോറോൺ ടു അലൂമിനിയം ഡിക്രീസ് ചെയ്യുകയാണ് വേണ്ടത്. ടോപ്പ് ടു ബോട്ടം ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്, അതാണ് ജനറൽ ട്രെൻഡ്. പക്ഷേ അതിനുശേഷം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ചെയ്യുന്നതിന് കാര്യമായ ഇൻക്രീസ് ഒന്നുമില്ല, ചെറിയൊരു മാർജിനൽ ഇൻക്രീസ്, സ്മോൾ ചേഞ്ച് ഇൻ ഇൻക്രീസ് ആണ് അവിടെ കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഡി ഓർബിറ്റലിൻ്റെയും എഫ് ഓർബിറ്റലിൻ്റെ ഒക്കെ ഇൻഎഫക്റ്റീവ് ഷീൽഡിംഗ് ആണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഡെൻസിറ്റി നോക്കിയാൽ കൃത്യമായിട്ടൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്, ഒരു റെഗുലർ ഇൻക്രീസ് ആണ്. കാരണം മാസ് നമ്പർ കൂടുകയാണ്, മാസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുക. മെൽറ്റിംഗ് പോയിൻ്റ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ് പലർക്കും ഉള്ളത്. പക്ഷേ അതിൽ ഗാലിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് 303 കെൽവിനേ ഉള്ളൂ. 303 കെൽവിൻ എന്ന് പറയുന്നത് അറൗണ്ട് റൂം ടെമ്പറേച്ചറിനടുത്താണ്. അപ്പോൾ ഈ റൂം ടെമ്പറേച്ചറിൽ തന്നെ മെൽറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഗാലിയം ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ള, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആകാൻ സാധ്യതയുള്ള ഒരു മെറ്റലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈസിലി ലിക്വിഫൈഡ് മെറ്റലാണ് ഗാലിയം. എന്താണത്? ഈസിലി ലിക്വിഫൈഡ് മെറ്റൽ. ഈസിലി ലിക്വിഫൈഡ് മെറ്റൽ, ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റലാണ് ഗാലിയം. ലിക്വിഡ് മെറ്റൽ അല്ല കേട്ടോ, ലിക്വിഡ് മെറ്റൽ മെർക്കുറി മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഈസിലി ലിക്വിഫൈഡ് മെറ്റൽ, അത് ഗാലിയമാണ്. ആ ഗാലിയത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെ എളുപ്പത്തിൽ നമുക്ക് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആക്കാൻ പറ്റും. ലിക്വിഡ് ആയിക്കഴിഞ്ഞാൽ അതിനെ ബോയിൽ ചെയ്യാൻ 2676 കെൽവിൻ വരണം, അതായത് വെരി ഹൈ ടെമ്പറേച്ചർ. എല്ലാവരുടെയും ഈ പി ബ്ലോക്ക് എലമെൻസിലുള്ള ബോറോൺ ഫാമിലിയിലുള്ള എല്ലാ എലമെൻസിൻ്റെയും ബോയിലിംഗ് പോയിൻ്റ് കൂടുതലാണ്. മെൽറ്റിംഗ് പോയിൻ്റ് ബോറോണിനാണ് വളരെ കൂടുതൽ. ബാക്കിയുള്ളതിലൊക്കെ ഒരു നോർമൽ റേഞ്ചൊക്കെ തന്നെ ഉള്ളൂ. 303, 430 എന്നൊക്കെ പറയുന്നത് ഈസി ആയിട്ട് മെൽറ്റ് ചെയ്യാൻ സാധ്യത. അപ്പോൾ പെട്ടെന്ന് ഉരുകും, പക്ഷേ ബോയിൽ ചെയ്യില്ല, തിളക്കില്ല. അപ്പോൾ ഇതിൽ ഈ ഗാലിയം പെട്ടെന്ന് ഉരുകാനുള്ള സാധ്യതയുണ്ട്, എന്നാലൊട്ട് ബോയിൽ ചെയ്യില്ല. എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാൻ നമ്മൾ ഈ ഗാലിയത്തെ ഉപയോഗിക്കാറുണ്ട്. ചില തെർമോമീറ്ററിലൊക്കെ ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗാലിയം യൂസ് ചെയ്യും. മെർക്കുറി ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, കാരണം മെർക്കുറി ഈസി ആയിട്ട് ബോയിൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. അതിനേക്കാൾ ബോയിലിംഗ് പോയിൻ്റ് ഗാലിയത്തിനുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടീഷൻ നമ്മൾ ഗാലിയം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത്തരം പ്രോപ്പർട്ടീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ പറഞ്ഞതാണ്. പലതിനും കാരണം എന്താണ്? ഈ ഡി ഓർബിറ്റലിൻ്റെയും അറ്റോമിക് സൈസൊക്കെ ഉണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അറ്റോമിക് സൈസിൻ്റെ വാല്യൂസ് ഒന്നും വേണ്ട. ഇതിൽ ഈ മെൽറ്റിംഗ് പോയിൻ്റ് കാര്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. മെൽറ്റിംഗ് പോയിൻ്റ്, വെരി ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് കാണിക്കുന്ന മെറ്റൽ ബോറോൺ ആണ്. അതുപോലെ വെരി ഹൈ ബോയിലിംഗ് പോയിൻ്റ് കാണിക്കുന്നതും ബോറോൺ തന്നെയാണ്. വെരി ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്, വെരി ഹൈ ബോയിലിംഗ് പോയിൻ്റ് കാണിക്കുന്നത് ബോറോൺ ആണ് കേട്ടോ. ഗാലിയമാണ് ലോ മെൽറ്റിംഗ് പോയിൻ്റ് കാണിക്കുന്നത്, 303 കെൽവിൻ മാത്രമേ ഉള്ളൂ. മറ്റേത് താലിയം ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല. ലോ ബോയിലിംഗ് പോയിൻ്റ് വരുന്നത് ഗാലിയമാണ്. അപ്പോൾ റെഗുലർ ട്രെൻഡ് അവിടെയും കാണുന്നില്ല കേട്ടോ, റെഗുലർ ട്രെൻഡൊന്നും ഇല്ല. ഒരു വാല്യൂസ് പഠിക്കുക. റൂം ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യാൻ സാധ്യതയുള്ള മെറ്റലാണ് ഗാലിയം. പിന്നെ ഈ മെറ്റൽസ് ആയതുകൊണ്ട് തന്നെ അവർ കണ്ടക്റ്റിംഗ് ആണ്. അലൂമിനിയം ഒരു നല്ല കണ്ടക്ടറാണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളതാണ്. മറ്റുള്ള മെറ്റൽസും കണ്ടക്റ്റിംഗ് തന്നെയാണ്. അലൂമിനിയമാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടക്ടിവിറ്റി നമ്മൾ വയേഴ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അലൂമിനിയം വയേഴ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പഠിച്ചത് പി ബ്ലോക്ക് എലമെൻസിലുള്ള ഗ്രൂപ്പ് നമ്പർ 13 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 14 വരുന്ന എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ അറ്റോമിക് പ്രോപ്പർട്ടിയും അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടിയുമാണ് കണ്ടത്. അറ്റോമിക് പ്രോപ്പർട്ടിയിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടിട്ടുണ്ട്. എന്താണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് പി ബ്ലോക്ക് എലമെൻറ്റ്? NS2 NP 1 to 6 ആണ്. അതാണ് ഒരു ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റ്. NS2 NP 1 to 6 ആണ് പി ബ്ലോക്ക് എലമെൻസിന് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എക്സെപ്റ്റ് ഹീലിയം ആണ്, ഹീലിയം അതിൽ വരുന്നില്ല. ഹീലിയത്തിന് 1s2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ 13 to ലാസ്റ്റ് വരുന്ന 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് വരെയുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ പിന്നെ വരുന്നത് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട് വിത്ത് എ ഡിഫറൻസ് ഓഫ് 2 യൂണിറ്റ്. അതിൽ തന്നെ താഴെ വരുന്ന എലമെൻറ്റ്സ്, ഹെവിയർ എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് ഷോസ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇനേർട്ട് പെയർ എഫക്റ്റാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. പിന്നെ നമ്മളെന്താ പഠിച്ചത്? അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സെക്കൻഡ് പീരീഡ് എലമെൻ്റ് ആണ്. ഓരോ പി ബ്ലോക്ക് എലമെൻറ്റ്സിലെയും ഫസ്റ്റ് മെമ്പർ, ബോറോൺ, കാർബൺ പോലെയുള്ള ഫസ്റ്റ് മെമ്പർ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ഒരു അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവരുടെ കോവാലൻസിയാണ്. ഫസ്റ്റ് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഷോസ് മാക്സിമം കോവാലൻസി ഓഫ് 4. മറ്റുള്ള എലമെൻറ്റ്സിന് ഗ്രേറ്റർ ദാൻ 4 കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ സെക്കൻഡ് പീരീഡിലാണെങ്കിൽ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ, മറ്റുള്ളവരുടെ ഡി ഓർബിറ്റൽ ഉണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ബോൺസിൻ്റെ പ്രസൻസ് ആണ്. അതും ഈ ഫസ്റ്റ് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പേ കാണിക്കുന്നുള്ളൂ, മറ്റുള്ളവരൊന്നും ആ മൾട്ടിപ്പിൾ ബോൺസ് കാണിക്കുന്നില്ല. അപ്പോൾ അതും ഒരു അനോമലസ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം.
പിന്നെ ഇവരുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു. ബോറോൺ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രധാനമായിട്ടും ബോറാക്സ്, ബോറോണിൻ്റെ ഒരു മിനറലാണ് ബൊറാക്സ്. ഓറാണ് ബൊറാക്സ്, ഇമ്പോർട്ടൻ്റായ ഓറാണ് ബൊറാക്സ്. അലൂമിനിയത്തിലാണെങ്കിൽ അത് ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റും ക്രയോലൈറ്റുമാണ് അലൂമിനിയത്തിൻ്റെ മിനറലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കണ്ടല്ലോ, അറ്റോമിക് സൈസ്, അതുപോലെ അയണൈസേഷൻ എന്താൽപ്പി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന 2 ഗ്രൂപ്പ് ബോറോണും ബോറോൺ ഫാമിലിയും കാർബൺ ഫാമിലിയാണ്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. പിന്നെ മറ്റേതിൽ 14th ഗ്രൂപ്പിൽ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ഇത് നമുക്ക് ഓർത്ത് വെക്കാൻ ഒരു ചെറിയ കോഡുണ്ട്. ഏതൊക്കെയാണ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ബോറോൺ, ബോറനായ, എന്നിട്ട് പറഞ്ഞാൽ മതി, ബോറനായ അലൂമിനിയം, ബോറനായ അലൂമിനിയം ഗാലറിയിൽ വെച്ച്, ബോറനായ അലൂമിനിയം ഗാലറിയിൽ വെച്ച് ഇൻഡിയത്തെ താലി കെട്ടി. താലിയം. ബോറനായ അലൂമിനിയം ഗാലറിയിൽ വെച്ച് ഇൻഡിയത്തെ താലി കെട്ടി. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് മുഴുവനായി. ബോറനായ ബോറോൺ, അലൂമിനിയം ഗാലറിയിൽ ഗാലിയം, ഇൻഡിയത്തെ ഇൻഡിയം താലി കെട്ടി താലിയം. ബോറനായ അലൂമിനിയം ഗാലറിയിൽ വെച്ച് ഇൻഡിയത്തെ താലി കെട്ടി. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. 13th ഗ്രൂപ്പ് എലമെൻറ്റ്സായി. നെക്സ്റ്റ് 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് അതേപോലെ ഓർത്ത് നോക്കാം നമുക്ക്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. കാർബൺ കറുത്ത നിറത്തിൽ, അപ്പോൾ കാർബൺ കറുത്ത. സിലിക്കൺ സിൽക്കിൽ, കറുത്ത സിൽക്കിൽ പൊതിഞ്ഞ് ജർമ്മനിയിൽ നിന്നും, ജർമ്മനി, കറുത്ത സിൽക്കിൽ പൊതിഞ്ഞ് ജർമ്മനിയിൽ നിന്നും ടിന്നിൽ, ടിന്ന് കൊടുത്താൽ മതി, ടിന്നിൽ PB, ലഡു കടത്തി. കറുത്ത സിൽക്കിൽ പൊതിഞ്ഞ് ജർമ്മനിയിൽ നിന്നും ടിന്നിൽ ലഡു കടത്തി. അപ്പോൾ നമ്മൾ ആ 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് കംപ്ലീറ്റ് ആയി. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ഓക്കെ, കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അപ്പോൾ ഈ എലമെൻസിൻ്റെ പേര് പഠിക്കണം. എലമെൻസിൻ്റെ പേര് പഠിച്ചാലേ നമുക്കതിൽ ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ എലമെൻ്റ് ഏത് ഗ്രൂപ്പിലാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ബാക്കി നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ കിട്ടണം, അതിന് ആ എലമെൻ്റ് പേര് അറിയണം, ആ പേര് വരുന്ന എലമെൻ്റ് ഏത് ഗ്രൂപ്പിലാണ് ഉള്ളതെന്ന് പഠിക്കണം. അപ്പോൾ ഈ ഒരു ഓർഡർ തന്നെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പായി. 13th ഗ്രൂപ്പും 14th ഗ്രൂപ്പേ നമുക്കിപ്പോൾ വേണ്ടു. അതുകൊണ്ട് ആ 2 ഗ്രൂപ്പ് നമുക്കിപ്പോൾ പഠിക്കാം. ഓക്കെ, ആ 2 ഗ്രൂപ്പിലുള്ള എലമെൻസിൻ്റെ സിമ്പൽ, അതിൻ്റെ പേര് പഠിക്കുക. ഓക്കെ.